സമൂഹത്തിൽ കൂടുതൽ എല്ലാ തരത്തിലും പ്രിവിലേജ് എൻഡോഴ്സ് ചെയ്യപ്പെട്ട ഒരു ജെൻഡറാണ് പുരുഷൻ. അത് പുരുഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു പണിയും കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ശത്രുതാപരമല്ലാതെ അതിനെ പരസ്പരം കൺഫ്രണ്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഫെമിനിസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ നമ്മൾ എത്ര കാലമാണ് യുദ്ധത്തിൽ നിൽക്കുക? നമുക്കും ജീവിക്കേണ്ട ഒരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ കണ്ടെത്തി. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാനിപ്പോൾ ഒരു കാര്യമുണ്ട്, ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുണ്ടിയാൽ മതി എന്നുള്ളതാണ്. ഒന്ന് പ്രായമാകുന്നതിൻ്റെയൊക്കെ നമുക്ക് വളരെ എനിക്കങ്ങനെ ഒരുപാട് സൗഹൃദം ഇല്ല. എല്ലാവരോടും ഞാൻ സൗഹൃദം ഭാവിക്കുമെങ്കിലും പേഴ്സണൽ സർക്കിളിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അതാർക്കും മനസ്സിലാവില്ല, സമ്മതിച്ചു തരില്ല. പക്ഷേ എനിക്ക് ആരോട് ശത്രുതയൊന്നുമില്ല, ഞാൻ വളരെ സെലക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളോട് ഈ തല്ലുപിടിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതില്ല. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു ജീവിതം ജീവിക്കാമെന്നല്ലാതെ അതിനകത്ത് ആരുടെ വാലിഡേഷൻ നമുക്ക് വേണ്ടത്? ഈ വാലിഡേഷൻ വേണ്ടി വരുമ്പോഴാണല്ലോ നമുക്ക് ഈ തർക്കങ്ങളും ബോധിപ്പിക്കലുകളൊക്കെ വേണ്ടി വരുന്നത്. അപ്പം നിലവിലിപ്പോൾ എനിക്ക് ആരുടെ അടുത്തുനിന്ന് ഒരു വാലിഡേഷനും വേണ്ട, എനിക്ക് ബോധ്യം ഉണ്ടായാൽ മതി, എനിക്ക് സംതൃപ്തി ഉണ്ടായാൽ മതി എന്ന് വളരെ പേഴ്സണൽ ലെവലിലാട്ടോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കോൺഫ്ലിക്റ്റ് ഇച്ചിരി കുറവാണ്.